ശ്രീ ഡീൻ കുര്യാക്കോസ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം ആദ്യം പറഞ്ഞതിന് മറുപടി പറയാം. അതിനുശേഷം എൻ്റെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: ഈ വിജിലൻസ് അന്വേഷണത്തിലൂടെ സർക്കാരിന് ഈ തലവരിപ്പണക്കാരെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമോ? സർക്കാരിൻ്റെ അവകാശവാദങ്ങൾ ആ നിലയ്ക്ക് രക്ഷപ്പെടുന്ന തരത്തിലെത്തി. ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. താങ്കളുടെ ചോദ്യം ഈ ഗവൺമെൻറ്റിൻ്റെ ഈ നയം വിജയിച്ചോ എന്നുള്ളതാണ്. 5 മിനിറ്റ് സമയം അദ്ദേഹം കൃത്യമായി എടുത്തു ആ മറുപടിക്ക്. 5 മിനിറ്റ് എടുത്തില്ല. ഏതായാലും ഞാനൊരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾ ഈ സമരവുമായി മുൻപോട്ട് വരുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഞങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുള്ള കാര്യം ശരിയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. എന്തായിരുന്നു ഈ സർക്കാരിൻ്റെ നിലപാട്? ഈ സർക്കാരിൻ്റെ നിലപാട് ക്രമാതീതമായി ഫീസ് വർദ്ധിപ്പിച്ചത് ക്യാപിറ്റേഷൻ ഫീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ക്യാപിറ്റേഷൻ ഫീസ് എന്ന് പറയുന്നത് രഹസ്യമായി വാങ്ങുന്നതാണ്. അതിന് തെളിവൊന്നും അത്ര കണ്ട് ശേഖരിക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ അതാണിപ്പോൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അത് എത്ര വലിയ പ്രയാസമാണ് എന്നുള്ള ഞാൻ ഡീനെ പ്രതിരോധത്തിലാക്കുകയല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്നാണ് മാധ്യമങ്ങൾക്ക് മനസ്സിലായത്. വെറുതെ ആ ക്യാമ്പസിൽ എത്തിയാൽ നമ്മളെ അന്വേഷിച്ചു. ഞാൻ പറയട്ടെ, എനിക്ക് ആവശ്യത്തിന് സമയം തരണം. സോറി. കാരണം ഈ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ പൊരുൾ നിങ്ങൾ എടുക്കുക. അപ്പോൾ മാനേജ്മെൻറ്റുകൾ വളരെ രഹസ്യ സ്വഭാവനയാണ് ഈ ക്യാപിറ്റേഷൻ ഫീസുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനെ കൃത്യമായി തെളിവുകളടക്കം പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ അധ്യയന വർഷമായിരുന്നു മാനേജ്മെൻറ്റുകളെ നിലയ്ക്ക് നിർത്താൻ ഏകീകൃതമായി കൗൺസിലിംഗ് നടത്താൻ സുപ്രീം കോടതിയുടെ അടക്കം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർക്കുലർ അടക്കം ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉണ്ടായത്. മഹാരാഷ്ട്ര ഗവൺമെൻറ്, മധ്യപ്രദേശ് ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ നിന്നും അപ്പീലിലൂടെ അത്തരത്തിലുള്ള അനുമതി നേടുമ്പോൾ മനഃപൂർവ്വമായി കേരള ഹൈക്കോടതിയിൽ പരാജയപ്പെട്ട ഗവൺമെൻറ്റാണ് കേരള ഗവൺമെൻറ്. ഒരു അപ്പീൽ കൊടുക്കാൻ ഈ ഗവൺമെൻറ്റിനായില്ല. അപ്പീൽ കൊടുക്കാൻ ഈ ഗവൺമെൻറ്റിനായില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് അപ്പീലിന് പോയപ്പോൾ ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് ഓറലായി പറയുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അവസാനം അവർ പറഞ്ഞ ന്യായം എന്താ? സെപ്റ്റംബർ 30 കൗൺസിൽ പ്രവേശനം നിർത്തിവെക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ എന്തായി? ഒക്ടോബർ 7 വരെ നീട്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഇതൊക്കെ ആകാമായിരുന്നു. ഏകീകൃതമായി കൗൺസിലിംഗ് നടത്താൻ, ഈ മാനേജ്മെൻറ്റുകളെ നിലയ്ക്ക് നിർത്താനുള്ള ഒരവസാനത്തെ അവസരം എന്നുള്ള നിലയിൽ ഈ അധ്യയന വർഷം ആകാമായിരുന്നു. അപ്പോൾ ക്യാപിറ്റേഷൻ ഫീസ് ഉൾപ്പെടെ നിയന്ത്രിച്ച് നിർത്താൻ, പൂർണ്ണമായും നീറ്റ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൃത്യമായി പ്രവേശനം നടത്താൻ ഗവൺമെൻറ്റിന് നേരിട്ടാകുമായിരുന്നു. മധ്യപ്രദേശിനും മഹാരാഷ്ട്രയ്ക്കും ആകുമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിനായി കൂടെ? അപ്പോൾ വീഴ്ച വരുത്തിയത് ഈ ഗവൺമെൻറ്റാണ്. ഞാൻ പറയട്ടെ, ഇതിൽ വിജിലൻസ് അന്വേഷണം കൊണ്ടൊന്നും നിൽക്കില്ല. വിജിലൻസ് അന്വേഷണം വരേണ്ടത് എവിടെയാണെന്ന് അറിയാമോ? ഇതൊരു സൊമാലിയൻ കൊള്ളയാണ്. കടൽ കൊള്ളക്കാർക്ക് കൊള്ള നടത്താൻ അവസരം കൊടുത്തിട്ട് അതിൻ്റെ വീതം പറ്റുകയാണ് ഈ ഗവൺമെൻറ്. സൊമാലിയൻ മോഡലിൽ ഈ സ്വാശ്രയ കച്ചവടക്കാർക്ക് വേണ്ടി എല്ലാ അവസരം ഒരുക്കിയിട്ട് അതിൻ്റെ വീതം പറ്റി. ഇത് തെരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടായതാണ്. 50 കോടി രൂപ ഈ ഗവൺമെൻറ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന CPIM നേതൃത്വം ഈ മാനേജ്മെൻറ്റുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണം എന്ന് പറയുന്നത് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ പലരുടെ മേലെ നടത്തേണ്ടതല്ല. യഥാർത്ഥത്തിൽ ഈ സ്വാശ്രയ കോളേജുകളുടെ മാനേജ്മെന്റുകളുടെ കയ്യിൽ നിന്നും പണം പറ്റിയ CPM നേതാക്കളുടെ പേരിൽ ആണ് വിജിലൻസ് അന്വേഷണം യഥാർത്ഥത്തിൽ. ഞാൻ പറയട്ടെ അപ്പൊ ഇപ്പോ ഈ ക്യാപിറ്റേഷൻ ഫീസും തലവരിപ്പണവും 50 ലക്ഷം രൂപ വീതം മാനേജ്മെന്റ് കോട്ടയിലും 1 കോടി രൂപ വീതം NRI കോട്ടയിലും വാങ്ങുന്നതെന്നാണ് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ നോക്കിയാൽ പോലും ഇപ്പോൾ ഫീസ് ഇനത്തിൽ തന്നെ 30 കോടി രൂപയുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു വർഷം 30 കോടി വെച്ച് 5 കൊല്ലം 150 കോടി രൂപയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ 1 കോടി രൂപയുടെ വർധന ഉണ്ടായി. അത് വിടുക. ഞാൻ ഏതായാലും 150 കോടി രൂപ ഫീസ് ഇനത്തിൽ 714 കോടി രൂപ വരും ഈ ക്യാപിറ്റേഷൻ ഫീസ് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നത് വെച്ച് കണക്കെടുത്താൽ, ശരാശരി കണക്കെടുത്താൽ 100 സീറ്റാണ് ഒരു മാനേജ്മെന്റ് കോളേജിൽ ഉള്ളതെങ്കിൽ, മാത്രമല്ല 250 സീറ്റിലുണ്ട് 200 സീറ്റുള്ള കോളേജിൽ. അപ്പൊ 714 കോടി രൂപ ശരാശരി കണക്കനുസരിച്ച് ഈ ഗവൺമെന്റിന്റെ സ്വാശ്രയ കരാറിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ M. സ്വരാജ്, ഏകീകൃത കൗൺസിലിംഗ് ഒഴിവാക്കാൻ വേണ്ടി അങ്ങേയറ്റത്തെ ഇടപെടൽ ഈ സർക്കാർ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഡീൻ ആരോപിക്കുന്നത്. 50 കോടിയുടെ ആരോപണം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. ഈ സംഭവ പരമ്പരകൾ എടുത്ത് പരിശോധിച്ചാൽ സർക്കാർ ഉപേക്ഷ കാട്ടിയിട്ടുണ്ട് എന്നുറപ്പിച്ച് പറയാവുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ജൂൺ 17 ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറി യോഗം വിളിച്ചത് മുതൽ ഇങ്ങോട്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് വരെയുള്ള സംഭവ പരമ്പരകൾ എടുത്ത് പരിശോധിച്ചാൽ ആദ്യഘട്ടത്തിൽ കേരളത്തിൻ്റെ സാഹചര്യം വ്യത്യസ്തമാണ്, അതുകൊണ്ട് സംയുക്ത കൗൺസിലിംഗ് നടക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഓഗസ്റ്റ് 9 കേന്ദ്ര നിർദ്ദേശം വന്നപ്പോൾ അവിടെ എതിർത്ത നിങ്ങൾ ഇവിടെ
അതിനുശേഷം മുഴുവൻ സീറ്റും ഏറ്റെടുക്കുമെന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചു. പക്ഷേ ആ മുഴുവൻ സീറ്റും ഏറ്റെടുക്കുന്നതിന് വേണ്ട നിലപാടുമായി തുടർന്ന് മുന്നോട്ട് പോയില്ല. കൃത്യമായി കോടതിയിൽ വാദിച്ചില്ല. ഇതെല്ലാം ഒന്നൊന്നായി പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തതാണ്. പക്ഷേ നമ്മൾ എടുത്തു പറഞ്ഞാൽ ഏകീകൃത കൗൺസിലിങ്ങിന് ഒഴിവായത് മറ്റ് പല കാര്യങ്ങളും സർക്കാരിന് അവകാശപ്പെടാൻ കഴിഞ്ഞേക്കും. ഈ പറഞ്ഞതുപോലെ ഫീസ് കുറച്ചു എന്നും ഫീസ് കൂട്ടിയിട്ടാണെങ്കിലും ഈ തലവരി കുറച്ചു എന്നുമൊക്കെ. പക്ഷേ ഏകീകൃത കൗൺസിലിംഗ് ഒഴിവായത് ഈ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ്. അത് നിങ്ങളുടെ ഒരു ആരോപണമാണ്. ഞാൻ സൂചിപ്പിക്കട്ടെ, ഈ തലവരിപ്പണം ഇങ്ങനെ അഭംഗുരം വാങ്ങിക്കൊണ്ടിരുന്ന നാടാണ് കേരളം. ഈ കൊല്ലം അത് അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു നടപടിയിലേക്ക് ഈ ഗവൺമെൻറ് കടന്നു. പക്ഷേ ഗവൺമെൻറ് വന്ന ആദ്യ നാളുകളിലാണിത്. നിങ്ങൾ ഈ ജൂൺ 17 എന്നൊക്കെ പറഞ്ഞാൽ ഗവൺമെൻറ് വന്ന് മെയ് 25-നാണ്. ആദ്യ നാളുകളിലാണ്. നമുക്ക് ഇതുവരെയുള്ളൊരു അനുഭവം കോടതിയിൽ നിന്നും ശരിയായ ഉദ്ദേശത്തോടു കൂടിയുള്ള നീക്കങ്ങളെ തടസ്സപ്പെടുത്തുന്ന അനുഭവമായിരുന്നു. നിർഭാഗ്യവശാൽ കേരള ഹൈക്കോടതിയിൽ നിന്നും അങ്ങനെ ഉണ്ടായി. കേസ് തോറ്റ ഇവിടെ മാത്രമൊന്നുമല്ല, ഇപ്പോൾ ബോംബെ ഹൈക്കോടതി എന്താ വിധിച്ചത്? അപ്പോൾ അപ്പീൽ പോയില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം സർക്കാരിൻ്റെ വാദങ്ങൾ സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചില്ല എന്നല്ല. നല്ല പ്രഗത്ഭരായ അഭിഭാഷകർ അവിടെ വാദിച്ചു. പക്ഷേ ഈ അപ്പീലുമായി പോയിരുന്നെങ്കിലുള്ള വാദഗതി പ്രവേശനത്തിന്റെ സമയത്ത് കുട്ടികളുടെ ഭാവി അവതാളത്തിലാക്കി നിയമയുദ്ധത്തിന് പക്ഷേ കോടതി തന്നെ പറഞ്ഞത് കരാർ ഒപ്പിട്ട മാനേജ്മെന്റുകൾക്കെതിരെ വാദിക്കാത്തത് കൊണ്ടും കരാർ പ്രകാരം എന്താണ് അഡ്മിഷൻ നടന്നതുകൊണ്ടുമാണ് ഇത് അനുവദിച്ചത്. നിങ്ങളുടേതായ നിലയിൽ വ്യാഖ്യാനിക്കുകയാണ്. കോടതിയിൽ ഈ നടന്ന കരാറിൽ അഡ്മിഷനിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് റദ്ദാക്കുകയാണ് ചെയ്യുക കോടതി. സുപ്രീം കോടതിയുടെ വിധി എന്താ? കേരളത്തിൽ നടന്ന പ്രവേശനത്തെ അംഗീകരിച്ചിരിക്കുകയാണ്. അത് അംഗീകരിക്കുക ചെയ്തത്. നടന്നതുകൊണ്ട് അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ നടന്നതിൽ അപാകത ഇല്ലാത്തതുകൊണ്ട് അംഗീകരിച്ചു. അപാകത ഉണ്ടെങ്കിൽ അംഗീകരിക്കില്ല. കുട്ടികളുടെ ഭാവി എന്നുള്ളതാണ് കോടതി പ്രധാനമായും. അതോടൊപ്പം അല്ല, അത് വിവിധ സമയങ്ങളിൽ വന്ന കോടതിയിലെ കേസുകളുടെ വിധികൾ നമ്മുടെ മുൻപിലുണ്ട്. ഇവിടെ തലവരിപ്പണം അവസാനിപ്പിക്കാനുള്ള ഇച്ഛാശക്തിയോടെ ഈ സർക്കാർ മുൻപോട്ട് പോകുന്നു. തലവരി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും വിജിലൻസ് അന്വേഷണം തന്നെ നടക്കും എന്ന് പ്രഖ്യാപിക്കുന്നു. ഞങ്ങളുടെ ആത്മാർത്ഥതയെ നിങ്ങൾ വിലയിരുത്തിക്കോളൂ. അതിനുള്ള സമയമാവുന്നതേ ഉള്ളൂ. പിന്നെ ഡീൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണത്തിന് ഞാൻ ഒരു മറുപടിയും പറയുന്നില്ല. ഡീനെ പോലെ ഒരാൾ ഇങ്ങനെയൊക്കെ ഉന്നയിക്കുന്നത് കഷ്ടമാണെന്ന് മാത്രം പറയുന്നു. ഇത് കേൾക്കുന്ന ജനങ്ങൾ കരുതും നിരാഹാരം കിടന്നാൽ ശരീരത്തിന് മാത്രമല്ല ബുദ്ധിക്കും എന്തോ ഭ്രമം സംഭവിക്കും. അവസാനിപ്പിക്കട്ടെ. വിജിലൻസ് അന്വേഷണത്തെ കുറിച്ച് പറയുമ്പോൾ, അഴിമതിയെ കുറിച്ച് പറയുമ്പോൾ, ചില ലോക്കറുകളൊക്കെ തുറക്കുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറ തുറന്ന പോലെയുള്ളതും ലോക്കറുകൾ കാലിയാക്കാൻ കുടുംബസമേതം നെട്ടോട്ടം ഓടുന്നു. ഈ ഗവൺമെന്റ് അത്രയും സമയം എനിക്ക് വേണം. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 3 മെഡിക്കൽ കോളേജുകൾ തിരുവനന്തപുരവും പാരിപ്പള്ളിയും ഇടുക്കിയും എന്തേ ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ലോധ കമ്മിറ്റിയുടെ മുന്നിൽ മാന്യമായി ഒരു അപ്പിയറൻസ് നടത്താൻ അല്ലെങ്കിൽ അവിടെ സമ്മർദ്ദം ചെലുത്തിയിരുന്നെങ്കിൽ ഇപ്പോഴും 100 സീറ്റ് കിട്ടുമായിരുന്നു. മെറിറ്റിനെ കുറിച്ച് ഇനി മറുപടി പറയേണ്ട സ്വരാജ്. 100 സീറ്റുകൾ പാരിപ്പള്ളിയിൽ ഇപ്പോൾ സീറ്റുകൾ സാധ്യമാകുമായിരുന്നു. തിരുവനന്തപുരം അട്ടിമറിച്ചു, പാരിപ്പള്ളി അട്ടിമറിച്ചു, ഇടുക്കി അട്ടിമറിച്ചു. 2 വർഷം അഡ്മിഷൻ നടത്തിയ കോളേജാണ്. ഒരു അണ്ടർടേക്കിംഗ് കൊടുത്താൽ ഇടുക്കിയിൽ ലഭിക്കുമായിരുന്നു, പാരിപ്പള്ളി ലഭിക്കുമായിരുന്നു. അപ്പൊ അതാണ് അഴിമതി. അപ്പൊ ഇവിടെ 250 മെറിറ്റ് സീറ്റ് അട്ടിമറിച്ച് ഈ സ്വകാര്യ കച്ചവടക്കാർക്ക് വേണ്ടി ആദ്യമേ തന്നെ പച്ചപ്പരവാനി വിരിച്ച ഗവൺമെന്റാണ് മുന്നണി ഗവൺമെന്റ്. സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് വേണ്ടി ഈ വിധത്തിൽ വാദിക്കുന്നത് ഒരു ഡിവൈഎഫ്ഐ നേതാവാണെന്ന് പറയുന്നത് എനിക്ക് വലിയ ദുഃഖമുണ്ട്. 3 മെഡിക്കൽ കോളേജിന്റെ കാര്യം പറയുന്നത്. ഈ പച്ചക്കള്ളം പറയുന്ന സമയത്ത് ലോധ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു, ഒന്ന് വായിക്കുക. അപ്പൊ ഈ 3 ശ്രീ എം സ്വരാജ്, ശ്രീ ഡീൻ കുര്യാക്കോസ്, ഡോക്ടർ ഫസൽ ഗഫൂർ, സമയപരിമിതി കൊണ്ട് അവസാനിപ്പിക്കുകയാണ്.